ഏത് പെണ്ണാ സാറിനെ ചതിച്ചത്? വേറാരാ, അവന്റെ ഭാര്യ പത്മ. പത്മ മേഡോ? അവര് സൂര്യമംഗലത്തെ അല്ലേ? ഒരു വലിയ കലാകാരിയല്ലേ? ഒരമ്മയും കുഞ്ഞും തൊള്ളയെ ചവിട്ടി തേച്ചിട്ടിപ്പൊ വന്നിരിക്കുന്നു. ദൈവമേ, ഈ കാഴ്ചയാണ് എത്ര പ്രാർത്ഥിച്ചതാ. അല്ല, ഈ പശു കിടാവിനെ ചേർത്ത് നിർത്തുന്ന കണ്ടിട്ടുണ്ടോ? കോഴി കാക്കയ്ക്കും പരന്തിനും കൊടുക്കാതെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നത് കണ്ടിട്ടുണ്ടോ? പൂച്ച തന്റെ കുഞ്ഞുങ്ങളെ 7 പ്രാവശ്യം പല സ്ഥലത്തേക്ക് മാറ്റി രക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതാണ് പെറ്റമ്മ. പിന്നെ ഞാനും ഒരുത്തനെ പെറ്റ് വളർത്തിയിട്ടുണ്ട്. ഞാനും അവനും തമ്മിൽ കീരിയും പാമ്പും പോലെയാ. അല്ല, അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് അവനും അറിയാം, എനിക്കും അറിയാം. പക്ഷെ ഒരു നേരം അവനെ കണ്ടില്ലെങ്കിൽ എന്റെ ചങ്ക് പിടയും. ഞാനിതൊക്കെ പറയുന്നത് ശ്രീലക്ഷ്മിയോടാ. ഇതാണ് മക്കളെ പെറ്റമ്മ. കരയാതെ മോളെ. കരയാതെ. ഒന്നങ്ങോട്ട് മാർക്കോ. അച്ഛനൊന്ന് വരാവോ? അച്ഛനെങ്കിലും അങ്ങോട്ടൊന്ന് ചെല്ല്. ഇതൊക്കെ കണ്ടിട്ട് ഇവക്ക് കിളിപോയി നിൽക്കുക. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നിലം ചവിട്ടി പൊളിക്കും. അച്ഛൻ ഈ വന്നേ. വാ ഇങ്ങോട്ട്. എന്താടി വിളി? അയ്യോ, എന്തത്? പെണ്ണിനെ കൊണ്ട് തോറ്റൂല. എന്തത് ചേച്ചി? എന്തത്? എന്താടി നിനക്ക്? അച്ഛൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുവാണോ? എന്തിന്? അവള് നമ്മളെയൊക്കെ എടുത്തിട്ട് വട്ടം കറക്കിയവളാ. അത് ഓർമ്മ വേണം. നീയും ഞങ്ങളായിട്ട് കുറെ വട്ടം കറക്കിയതാ. വീട് വിറ്റ് പോയപ്പോ നീ നിന്റെ ഭർത്താവിനോടൊപ്പം ഒരു മുങ്ങിയില്ലേ? അത് നിനക്ക് ഓർമ്മ വേണം. രുക്മിണി ചേച്ചി, എടി ന്യൂസ് വല്ലതും അറിഞ്ഞോ? എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. പിന്നെ നാളെ ആവട്ടെ, ഞാനൊരു പ്ലാൻ ഇട്ട് അവിടെ വരെ പോവാം. എനിക്ക് അമ്മിണിക്കളവെ വലിയ പേടിയാ. ഹരീഷ് എന്താ നിന്ന് വരുന്നേ? വിരഹദുഃഖം. ദമയന്തി അങ്ങ് വീട്ടിലേക്ക് പോയില്ലേ? നളനങ്ങ് ഉരുകുകയാ. എടി സാവിത്രി, നിനക്കേ നാടകം കളിക്കാൻ അറിയാമോ? നാടകമോ? നാടകം. ഏത് സമിതിയില്? സമിതിയിലൊന്നും പോണ്ട. ഇവിടെ നിന്ന് അവനെ കാണിക്കാൻ വേണ്ടി എന്നെ ചീത്ത പറയുന്ന ഒരു നാടകം. ഓ അതാ. ഞാൻ പണ്ട് സ്കൂൾ ആനിവേഴ്സറിയിൽ ഒരു നാടകം കളിച്ചിട്ടുണ്ട്. വടിവാളും കമ്പിത്തിരി. അത് മതി. ആ, എന്തായാലും രുക്മിണി കാണിച്ചത് വളരെ മോശമായിപ്പോയി. നിങ്ങളുടെ മരുമോളല്ലേ ശ്രീ? എന്നാലും മനസ്സിന് സുഖമില്ലാത്ത ആ പെങ്കൊച്ചിനെ അവരുടെ കൂടെ അങ്ങ് വിടണമായിരുന്നോ? സാവിത്രിക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. ഞാനാണെങ്കി എന്റെ സ്വന്തം മോളെ പോലെയാ ശ്രീമോളെ സ്നേഹിച്ചത്. പിന്നെയാണെങ്കി രമ്യ ഇവിടെ ഇല്ലാത്ത എന്റെ സ്നേഹം കൂടി അവൾക്ക് ഞാൻ കൊടുത്തു. എന്നാലും അത് ശരിയല്ലല്ലോ രുക്മിണി.
അവൾ എന്തെങ്കിലും കാണിച്ചോട്ടെ, നിങ്ങൾ ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ മോനെ ഓർക്കണമായിരുന്നു. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ സാവിത്രി. ശ്രീമോളോട് എനിക്കങ്ങ് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ചെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളുടെ കാലി വേണമെങ്കിലും വീഴാം. പിന്നെ ചെയ്യാത്ത കുറ്റത്തിന് മാപ്പും ചോദിക്കാം. അവളെ ഞാനിങ്ങ് തിരിച്ച് വിളിച്ചോണ്ടും വരാം. വിളിച്ചോണ്ട് വരണം, അതാ വേണ്ടേ. വേണ്ട. അമ്മ പോയി അവളുടെ കാലിലൊന്നും വീഴണ്ട. അവള് പോയതിൽ എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് മറ്റാരേക്കാളും വലുത് എൻ്റെ ഈ പെറ്റമ്മ തന്നെ. ഏറ്റു. സക്സസ്, പൊളിച്ചു. അങ്ങനെ എന്റെ മകൻ ദീപക് രക്ഷപ്പെട്ടു. അവൻ അമേരിക്കയ്ക്കും പോവും. അനന്തപിള്ളയുടെ മകളെ കല്യാണം കഴിക്കുന്നതോടെ അവന്റെ ഭാവി സുരക്ഷിതമായി. ഋതികയുടെ അത്രയില്ലെങ്കിലും പിള്ളേച്ചന്റെ മകളും ഒരു കോടീശ്വരിയാ. ഇനി പ്രതാപനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ആ സംയുക്തി ഒന്ന് നിയോഗിക്കണം. എന്തായാലും അവളെ ഒന്ന് വിളിക്കാം. ഹലോ. അല്ല, സംയുക്ത എന്തെടുക്കുക? ഞാനിവിടെ വീട്ടിലുണ്ട് ചേച്ചി. ഞാനേ വെറുതെ വിളിച്ചതാ. ഇപ്പൊ പ്രതാപൻ നിന്നെ അന്വേഷിച്ചതേ ഉള്ളൂ. അവന് പവിത്ര സിസ്റ്ററിനെ അങ്ങ് പിടിച്ചുപോയി. ആ കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണേ ചേച്ചിയെന്നും പറഞ്ഞു. പണ്ടേ പാവങ്ങളോട് അവന് വലിയ താല്പര്യ. ഒന്നാമത് ഈ പെണ്ണെന്ന വർഗത്തോടെ പ്രതാപന് പരമപുച്ഛ. അതെന്താ പെണ്ണുങ്ങളെല്ലാം കൂടി പുള്ളി എന്താ ചെയ്തേ? പെണ്ണുങ്ങളെല്ലാവരും കൂടിയല്ല, പക്ഷേ ഒരു പെണ്ണവനെ ചതിച്ചു. ആ തകർച്ചയെന്ന് അവനൊന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഏത് പെണ്ണാ സാറിനെ ചതിച്ചത്? വേറാരാ, അവന്റെ ഭാര്യ പത്മ. പത്മ മേഡോ? അവര് സൂര്യമംഗലത്തെ അല്ലേ? ഒരു വലിയ കലാകാരിയല്ലേ?